ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. വാക്കിന്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നിസാര കാര്യത്തിന് പോലും തർക്കിക്കുകയും തർക്കം മൂത്ത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും അനിഷ്ട സംഭവങ്ങൾ പെരുകുകയും ചെയ്യുന്ന കാലത്ത് പവർ ഓഫ് വേർഡ് അഥവാ വാക്കിന്റെ ശക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവണം. അത് അധ്യാപകർ വിദ്യാർത്ഥികളോട് പറയുന്ന വാക്കാണെങ്കിലും രക്ഷിതാക്കൾ കുട്ടികളോട് പറയുന്ന വാക്കാണെങ്കിലും മേലധികാരി കീഴ്ജീവനക്കാരനോട് പ്രയോഗിക്കുന്ന വാക്കാണെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സ്നേഹം നിറഞ്ഞ വാക്കിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷെ അങ്ങനൊരു വാക്ക് വരണമെങ്കിൽ ഹൃദയത്തിൽ സ്നേഹമുണ്ടാവണം. കാരുണ്യത്തോടെ സംസാരിക്കണമെങ്കിൽ ഉള്ളിൽ കാരുണ്യത്തിന്റെ നനവുണ്ടാവണം. വികാരത്തിനടിപ്പെട്ട് വാശിവെച്ച് സംസാരിക്കുമ്പോഴോ ഒക്കെ വാക്ക് പിഴയ്ക്കും. അത് കേൾക്കുന്നവന്റെ ഹൃദയം തകരും. ഫ്രോയിഡ് പറഞ്ഞതുപോലെ വാക്കുകൾക്ക് മാന്ത്രിക ശക്തിയുണ്ട്. പരമാനന്ദമോ കടും നൈരാശ്യമോ വരുത്താൻ അവയ്ക്ക് സാധിക്കും. നിർണായക സന്ദർഭങ്ങളിൽ നൽകുന്ന ഒരു വാക്ക് ചരിത്രം തന്നെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ളവയാണ്. ഏവർക്കും ഓർമ്മയുള്ള ഒരു ചലച്ചിത്ര സംഭാഷണം കേൾപ്പിക്കാം. ഇപ്പറഞ്ഞതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ട്രാഫിക് എന്ന സിനിമയിൽ ജോസ് പ്രകാശ് അഭിനയിച്ച ഡോക്ടർ കഥാപാത്രം സിറ്റി പോലീസ് കമ്മീഷണറോട് പറയുന്ന വാചകം. ഇരുവരും തമ്മിൽ തർക്കം മൂത്ത് ഇരുവരുടെയും ഭാഗത്തു നിന്നുള്ള ന്യായവാദങ്ങൾ നിരത്തി ഒരുപക്ഷെ ഒരിക്കലും രമ്യതയിലെത്താൻ കഴിയാത്ത വിധത്തിൽ സ്ഥിതിഗതികൾ സങ്കീർണമായിരിക്കുന്ന ഘട്ടത്തിലാണ് ജോസ് പ്രകാശിന്റെ കഥാപാത്രം ഏറ്റവും അവസാനം പറഞ്ഞ വാചകം പോലീസ് ഓഫീസറുടെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചത് എന്ന് പ്രത്യേകം ഓർക്കുക. പവർ ഓഫ് വേർഡ്, ശരിക്കും വാക്കിന്റെ ശക്തി. ബിഫോർ യു മേക്ക് എ ഡിസിഷൻ റിമെമ്പർ സംതിങ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. ഇതൊരു സിനിമയിലെ വെറും ഡയലോഗല്ലേ? ഇതിനെങ്ങനെയാണ് ചരിത്രത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുണ്ടാവുക എന്ന് ചിലർക്കെങ്കിലും തോന്നാം. എന്നാൽ ഇത് വെറും സിനിമ ഡയലോഗല്ല എന്ന് ഓർക്കുക. യഥാർത്ഥത്തിൽ സംഭവിച്ച ചരിത്രമാണ്. അന്തരിച്ച പ്രശസ്ത കാർഡിയാക് സർജൻ ഡോക്ടർ KM ചെറിയാൻ പറഞ്ഞ വാചകമാണിത്. ചെന്നൈയിൽ നടന്നൊരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രാഫിക് സിനിമ നിർമ്മിച്ചത് എന്നറിയാമല്ലോ. ഡോക്ടർ ചെറിയാന്റെ നേതൃത്വത്തിലുള്ള ചെന്നൈയിലെ ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച യുവാവിന്റെ ഹൃദയം തേനാമ്പേട്ടുള്ള അപ്പോളോ ആശുപത്രിയിൽ നിന്ന് 13 കിലോമീറ്ററോളം ദൂരെയുള്ള ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ വേഗത്തിലെത്തിക്കണം. അവിടെയാണ് ഹൃദയം മാറ്റിവെക്കലിന് വിധേയാകുന്ന പെൺകുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചെന്നൈ മഹാനഗരത്തിലെ ഗതാഗത തിരക്കിനിടെ ഇത് സാധ്യമല്ല. അപ്പോഴാണ് ഡോക്ടർ ചെറിയാൻ രംഗത്തിറങ്ങിയത്. ട്രാഫിക്കിന്റെ ചുമതലയുള്ള ജോയിന്റ് കമ്മീഷണർ സുനിൽകുമാറുമായി ഡോക്ടർ ചെറിയാൻ നടത്തിയ സംഭാഷണമാണ് പിന്നീട് സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായ സീനായി മാറിയത്. ചെന്നൈയിൽ ആദ്യമായി മറ്റു വാഹനങ്ങൾ നിയന്ത്രിച്ച് ട്രാഫിക് പോലീസ് ഹരിത ഇടനാഴി തയ്യാറാക്കി. ഇതിലൂടെ അതിവേഗത്തിൽ ആംബുലൻസ് ഓടിച്ച് ഫ്രോണ്ടിയർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഹൃദയമെത്തിച്ചത് സസ്പെൻഷനിലായിരുന്ന പോലീസുകാരനായിരുന്നു. തുടർന്ന് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ചെന്നൈയിലടക്കം പല നഗരങ്ങളിലും ചികിത്സാർത്ഥം ട്രാഫിക് പോലീസ് ഹരിത ഇടനാഴി തയ്യാറാക്കുകയും നഷ്ടമായേക്കാവുന്ന പല ജീവനുകളും തിരിച്ചുപിടിക്കുകയും ചെയ്തത് ചരിത്രമാണ്. ഫെബ്രുവരി 11-നാണിത് പറയുന്നത്. മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒട്ടേറെ കണ്ടുപിടുത്തങ്ങളുടെ ഉടമയായ തോമസ് ആൽവ എഡിസന്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ വാക്കിന്റെ ശക്തിയെക്കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം കൂടി പറയാം. പലവിധ അസുഖങ്ങളാൽ വലഞ്ഞ കുട്ടിയായിരുന്നു തോമസ് ആൽവ എഡിസൺ. ചെറുപ്രായത്തിലുണ്ടായ ഇൻഫെക്ഷൻ മൂലം എഡിസന് കേൾവി തകരാറുമുണ്ടായിരുന്നു. ഒരു ദിവസം എഡിസൺ വീട്ടിലെത്തിയത് സ്കൂളിൽ നിന്നും കൊടുത്തയച്ചൊരു കത്തുമായിട്ടായിരുന്നു. എന്നിട്ട് എഡിസൺ അമ്മയോട് പറഞ്ഞു, ഈ കത്ത് ടീച്ചർ അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അമ്മ ഏൽപ്പിക്കുന്നത്. നിറഞ്ഞൊഴുകിയ കണ്ണുകളോടെ അമ്മ അവന് കേൾക്കാനായി ആ കത്ത് ഇങ്ങനെ ഉറക്കെ വായിച്ചു. നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂൾ അവനെ പഠിപ്പിക്കാൻ പര്യാപ്തമല്ല. അവനെ പരിശീലിപ്പിക്കാൻ പറ്റിയ നല്ല അധ്യാപകരും ഇവിടെയില്ല. ദയവായി നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കുക. അന്നത്തോടെ എഡിസന്റെ സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ചു. അമ്മ അവനെ വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അറിവെല്ലാം വായിച്ച പുസ്തകങ്ങളിൽ കൂടെയായിരുന്നു. എഡിസൺ മുതിർന്നു, ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തി, ലോകമറിയുന്ന സംരംഭകനായി. നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. വ്യാവസായികവൽക്കരണത്തിന് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മുതൽക്കൂട്ടായി. നൂറ്റാണ്ടിലെ പ്രതിഭയായി അദ്ദേഹം വളർന്നു.
കാലം കടന്നുപോയി. ഇതിനെല്ലാം സാക്ഷിയായ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു. ഒരിക്കൽ വീട്ടിലെ പഴയ സാധനങ്ങൾക്കിടയിൽ എന്തോ പരതുകയായിരുന്നു എഡിസൺ. മേശവലിപ്പിൽ മടക്കി വെച്ചിരുന്ന കടലാസ് അവിചാരിതമായി എഡിസൺ കണ്ടു. ആ പഴയ കത്തായിരുന്നു. അദ്ദേഹം അത് തുറന്നിങ്ങനെ വായിച്ചു. അതായത് ടീച്ചർ അമ്മയ്ക്ക് അയച്ച കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ്. ഇനി മുതൽ അവൻ സ്കൂളിൽ വരേണ്ടതില്ല. കത്തു വായിച്ച എഡിസൺ മണിക്കൂറുകളോളം കരഞ്ഞു. പിന്നെ തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചുവെച്ചു: ഹീറോ ആയ ഒരു അമ്മ കാരണം നൂറ്റാണ്ടിന്റെ ജീനിയസായ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ. ആ അമ്മയുടെ ഒരൊറ്റ നിശ്ചയദാർഢ്യമാണ് തോമസ് ആൽവ എഡിസൺ എന്ന മഹാന്റെ പിറവിക്ക് കാരണം. അമ്മയുടെ വാക്കുകളാണ് എഡിസന്റെ പിറവിക്ക് കാരണമായത്. അവനെ ചേർത്ത് നിർത്തി ആകാശത്തോളം ഉയരാൻ സഹായിച്ച ആ അമ്മയാണ് യഥാർത്ഥ ഹീറോ. റൂമി പറഞ്ഞിട്ടുണ്ട്, വാക്കുകൾ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന്. അതിന്റെ അർത്ഥം ഉച്ചത്തിൽ സംസാരിക്കുക എന്നല്ല. ശബ്ദമുയർത്തി ബഹളമാക്കേണ്ട. പൂക്കളുണ്ടാക്കുന്നത് മഴയാണ്, ഇടിമുഴക്കമല്ല.